ഗൈസ് നമ്മളിന്ന് പടത്തിന് പോവാണ് ഗൈസ്. മൈക്കിളാണ് കാണാൻ പോകുന്നത്. മൈക്കിൾ ഫീവറിലാണ് കുറേ നാളെ ഞാൻ ഉണ്ടായത്. കാരണം വേറൊന്നുമല്ല, ഐ മീൻ മൈക്കിൾ ഫാൻ. എല്ലാ ഡാൻസേഴ്സും മൈക്കിൾ ഫാൻ ആയിരിക്കും എനിക്കറിയാം. മൈക്കിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാൻസ്, മൈക്കിളിൻ്റെ പാട്ട് എല്ലാം വേറെ ലെവല. റൊമാൻറ്റിഫിക്കേഷൻ. കുറേ നാളെ എനിക്ക് വരുന്ന റീല് മൊത്തം മൈക്കിളിൻ്റെ റീലാണ്. ഞാൻ വെച്ച് ഇന്ന് കാണാം. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി. ഹലോ ഗായ്സ്, അപ്പോൾ നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിന്ന് മൈക്കിൾ ജാക്സൻ്റെ പടം കാണാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി. ഞാൻ പോകുമ്പം കറക്റ്റ് ഓട്ടോ സ്റ്റാൻഡിൽ എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരേ ഒരു ഓട്ടോ കാത്തുക്കണ്ടാണ്. അതാണ് ഈ ഇലക്ട്രിക് ഓട്ടോ. അങ്ങനെ ഇതിനകത്ത് കയറി. നിങ്ങൾക്കെല്ലാം എപ്പം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കറക്റ്റ് ഞാൻ തിരക്ക് പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലോ നാട്ടിലേക്കോ പോകാനാകുമ്പോൾ കറക്റ്റ് മുന്നിൽ ഇലക്ട്രിക് ഓട്ടോ. പക്ഷെ ഇന്ന് എനിക്ക് വല്ല തിരക്കൊന്നുമില്ല. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. അങ്ങനെ ഓട്ടോക്കാരൻ എന്നെ കാക്കനാട് ഇറക്കി. കാക്കനാട് നിന്ന് ഞാൻ പിന്നെ നേരെ പൈപ്പ് ലൈനിലേക്ക് ബസ് കയറി. പിന്നെ ഞാൻ 3:30 ഷോക്കാണ് പോകുന്നുണ്ടായത്. അതുകൊണ്ട് ഉച്ചയായതുകൊണ്ട് ബസ്സിലൊന്നും ആരും ഇല്ല, ഫുൾ കാലി. പിന്നെ ഞാൻ പൈപ്പ് ലൈൻ എത്തി. ഇവിടുന്ന് എൻ്റെ ഓഫീസിലത്തെ ഒരാളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അയാളോട് കുറച്ച് സമയം സംസാരിച്ചു. അങ്ങനെ എടപ്പള്ളിയിൽ നിന്ന് ഞാൻ നടക്കാമെന്ന് വിചാരിച്ചു. ഈ സൈഡിൽ കാണുന്നതാണ് നമ്മളെ കൊച്ചി ലുലു മാൾ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെയാണ് ഞാൻ നടന്നിട്ട് പോയത്. അങ്ങനെ നമ്മൾ വനിതയിലെത്തി. കുറച്ച് നേരത്തെ എത്തിയായിരുന്നു. ആൻഡ് നമ്മളിപ്പോൾ കണ്ടത് മൈക്കിളിൻ്റെ എൻട്രിയാണ്. ഹിയർ ഇസ് മൈക്കിൾ, ദ കിങ് ഓഫ് പോപ്പ്. ഗൈസ്, MJ ഫാൻസ്, കം ഓൺ ഹിയർ. ഈ ഫസ്റ്റ് മൂവീൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഫാൻസാണ് മൈക്കിൾ ജാക്സൺ ഉള്ളത് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ. പടം എന്തായാലും നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ MJ ഫാൻസായിരിക്കും എന്തായാലും പടം ഇഷ്ടമാവും. അല്ലാത്തവർക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. മൈക്കിളിനെ കുറിച്ച് അറിയുന്നവർക്ക് എന്തായാലും പടം ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. മൈക്കിളിൻ്റെ ഒരു കൺസേർട്ടിന് പോയ ഫീലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലുലു മാളിൽ വെറുതെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഈ ബൊമ്മാച്ചിനെ ഞാൻ അവിടെ കണ്ടത്. ഹാംലി എന്ന് പറയുന്നതാണ്. ഇവിടെ കുറേ നല്ല ടോയ്സ് കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മൊയിലച്ചിനെ കണ്ടോ, ഇതിനെ കാണാൻ നല്ല ഭംഗിയില്ലേ. ആനയും മൊയിലും ഒക്കെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് വാങ്ങിയില്ല, വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. ഞാൻ അധികം പോയാലും ഇവിടെ വെറുതെ കയറലുണ്ട്. പിന്നെ ഞാൻ നേരെ എന്ത് ചെയ്തു, ഫൺഡ്യൂറയിലേക്ക് പോയി. ഫുഡ് കോർട്ടിലും പോയി കുറച്ച് സമയം നടന്നു. ഞാൻ അധികം ക്ലിപ്സൊന്നും എടുത്തില്ല, എനിക്ക് ബോറടിച്ചായിരുന്നു. ഇതാണ് നമ്മുടെ സബ്വേ. ഇതിൽ നമുക്ക് എടപ്പള്ളി ബ്ലോക്കിൽ നിന്ന് സുഖമായിട്ട് നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ വേണ്ടി പറ്റും. ഈ ബ്രോണ്ടി സാധനം ആരും വാങ്ങരുത് കേട്ടോ, എനിക്ക് ഇഷ്ടമായില്ല. അതിന് ഞാൻ സ്റ്റുഡിയോയിലേക്ക് എത്തി. സ്റ്റുഡിയോയിൽ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, സ്റ്റുഡിയോ ഷോറൂമിൽ. ഞാൻ വെറുതെ കയറാമെന്ന് വെച്ചു. ഇതാണ് ഞാൻ ട്രയൽ നോക്കിയതാണ്. ഇത് ടോപ്പ് എനിക്ക് ഇഷ്ടമായി. പിന്നെ ഞാൻ ഇതും നോക്കി. ഇതും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഇതെനിക്ക് അത്ര സൂപ്പറായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഇത് എടുത്തില്ല. പക്ഷേ രണ്ടും രസമുണ്ട്. ഞാൻ വെറുതെ കയറിയതാണ്. പിന്നെ ഞാൻ പാൻറ്റും ട്രൈ ചെയ്തിന്. ഒരു ബ്രൗൺ കളർ കണക്കത്തെ പാൻറ്റ്, ഒരു പച്ചയും ബ്രൗണും കണക്കത്തെ കളർ. നല്ല രസമുണ്ട്, പക്ഷേ അത് ഞാൻ ഇതിലിടുന്ന ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഇതാണ് ഞാൻ ട്രൈ ചെയ്തത്. പിന്നെ ഞാൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി. പിന്നെ ഞാൻ ബസ് കയറി, ഓട്ടോ കയറി, അങ്ങനെ അവസാനം റൂമിലെത്തി. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കൂടി കാണിച്ചിട്ട് വ്ളോഗ് എൻ്റെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയത്. ഞാൻ കാണിച്ചത് ഒരുപാടൊന്നുമില്ല, കുറച്ച് സാധനങ്ങളായിട്ട് 2-3 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഇട്ട ആ ഒരു ടീഷർട്ടില്ലേ, അത് ഞാൻ എടുത്തായിരുന്നു. ഇതാണ് സാധനം. ഇത് എന്തോ കാണാനൊരു രസം, ഇത് കാണാൻ രസം ഉണ്ടായതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇതാണ് സാധനം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നില്ല, പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഒന്ന്. അടുത്തത് ഒരു ടോപ്പാണ് ഗൈസ്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി വാങ്ങിയതാണ്. എൻ്റെ ഗൾഫിൽ ഒരു ഫ്രണ്ടിനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ ഇത് ഭയങ്കര വലുതാണ്. ഭയങ്കര വെച്ചാൽ ഭയങ്കര വലുതാണ്. എനിക്ക് ഇനി ഇത് ഇത്രയുണ്ട്. ഇനി എൻ്റെ ഷോൾഡറിൽ ഭയങ്കര വലുതാണ്. ഇത് മാറ്റണം. ഇപ്പോൾ വീണ്ടും സ്റ്റുഡിയോ പോയിട്ട് ഇത് മാറ്റണം. അടുത്തത് വീഡിയോ എടുത്തത് പക്ഷെ ഭയങ്കര വലുതായി പോയി. ഒരു ചെയിനാണിത്. 7 ലിറ്ററും ഒരു പൂവും വരുന്ന ചെയിൻ. ഡബിൾ ലൈനാണ് ഇത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതും വേണ്ടി തന്നെ വാങ്ങിയതാണ്. ഗൾഫിലേക്കൊക്കെ പോകാനുള്ള സാധനങ്ങളാണിത്. ഈ മൂന്നാമത് ഞാൻ വാങ്ങിയ സാധനം ഞാൻ ഓൾറെഡി കയ്യിലെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതും ഡബിൾ 9 തന്നെയാണ് റേറ്റ് വരുന്നത്. എനിക്കിത് വേണോ വേണ്ടോ ഞാൻ കുറേ പ്രാവശ്യം ആലോചിച്ചിട്ട് എടുത്തതാണ്. പക്ഷേ ഇത് കുറേ സാധനം ഉള്ളതുകൊണ്ട് ഒരു വെറൈറ്റി ആയതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അത്രയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ ഒരുപാട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ. അത്രയേ ഉള്ളൂ. ബൈ.